അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ഫിത്ർ സക്കാത്തിന്റെ 2 ലക്ഷ്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തൽ ഫിത്ർ തുഹ്റതൻ ലിസ്വായിം മിനൽ ലഗ്ബി വറഫത്തി വതുഅമതൻ ലിൽ മസാകീൻ മൻ അദ്ദാഹ ഖബ്ല സ്വലാത്തി ഫഹിയ സകാത്തുൻ മഖ്ബൂല വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരന് തന്റെ വീഴ്ചകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമുള്ള വിശുദ്ധി എന്നോണവും ദരിദ്രർക്ക് ഭക്ഷണമായിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. ആരെങ്കിലും അത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുത്തു വീട്ടിയാൽ അത് സ്വീകാര്യമായ സകാത്ത് ഫിത്റായി പരിഗണിക്കും. ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് മറ്റു സദക്കകളെ പോലെ ഒരു സദക്കയായിരിക്കും. ഈദുൽ ഫിത്ർ നമസ്കാരത്തിന് മുമ്പ് നിർബന്ധമായും കൊടുത്തു വീട്ടേണ്ട ഫിത്ർ സകാത്തിനെ കുറിച്ചുള്ള ഹദീസാണ് ഇത്. സാധാരണഗതിയിൽ സമ്പന്നരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സമ്പത്തില്ലാത്തവർ സക്കാത്ത് സ്വീകരിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഫിത്ർ സക്കാത്ത് അന്നത്തെ ഭക്ഷണത്തിന് കഴിച്ച് ബാക്കിയുള്ള ആളുകളെല്ലാം കൊടുക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കൽ പോലും സക്കാത്ത് കൊടുക്കാൻ സാധ്യതയില്ലാത്തവർ പോലും ഈ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ദാനത്തിന്റെ പ്രതിഫലം, കൊടുക്കുന്നതിന്റെ പ്രതിഫലം അവർക്ക് കൂടി ലഭിക്കുകയും ചെയ്യുന്നു. ഫിത്ർ സക്കാത്ത് എന്തിനാണ് നൽകുന്നത് എന്നതിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറയുന്നത്. അതിലൊന്നാമത് തുഹ്റത്തൽ ലിസ്വായിം മിനൽ ലഹ്വി വറഫസ്. എന്തെല്ലാം ന്യൂനതകളും കുറവുകളും റമദാനിലെ നോമ്പിൽ ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ നോമ്പിനിടയിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ, അതിനെയെല്ലാം ശുദ്ധീകരിക്കാനും അവ കാരണം നോമ്പിന്റെ പ്രതിഫലം കുറയാതിരിക്കാനുമാണ്. എത്രമേൽ കാരുണ്യവാനാണ് അള്ളാഹു. നോമ്പിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖേന നോമ്പിന്റെ പ്രതിഫലം കുറയട്ടെ എന്ന് തീരുമാനിക്കാതെ ആ വീഴ്ചകളെ പരിഹരിക്കാൻ മറ്റൊരു വഴി പരമകാരുണ്യനായ റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്നു. സകാത്തുൽ ഫിത്റിന്റെ 2ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തുഅമതൻ ലിൽ മസാകീൻ, മിസ്കീനുകൾക്ക്, അഗതികൾക്ക് അത് അന്നമാണ്, ഭക്ഷണമാണ് എന്നാണ്. അഗതികൾക്ക് ആഹാരമായി, ഭക്ഷണമായി ഫിത്ർ സക്കാത്ത് അങ്ങോട്ട് എത്തേണ്ടതുണ്ട്. സക്കാത്ത് എന്നത് പാവപ്പെട്ടവന്റെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഇല്ലാത്തവനെ തേടിപ്പോയി അവന് കൊണ്ടുകൊടുക്കലാണ്. അങ്ങനെ ഇല്ലാത്തവർക്ക്, മിസ്കീനുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രർക്കാണ് സകാത്തുൽ ഫിത്ർ നൽകേണ്ടത്. എല്ലാ വീടുകളെയും തെരഞ്ഞു പിടിച്ച് കുറച്ചായി നൽകുകയല്ല, പാവപ്പെട്ടവരുടെ വീട് പ്രത്യേകം മനസ്സിലാക്കി അവർക്ക് നൽകുകയാണ് വേണ്ടത് എന്നത് സകാത്തുൽ ഫിത്റിൽ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവരുടെ പേരിലും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ ഒരു വീഴ്ചയും വരാൻ പാടില്ല. അത് പെരുന്നാൾ നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു വീട്ടണം, നിർബന്ധമായും കൊടുത്തു വീട്ടണം. എങ്കിലേ അത് ഫിത്ർ സക്കാത്തായി പരിഗണിക്കൂ, അല്ലെങ്കിൽ വെറും ഒരു ദാനമായി മാറുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. ഇസ്ലാമിലെ 2 ആഘോഷങ്ങൾ, രണ്ടും വളരെ വലിയ ആരാധനകൾക്ക് ശേഷം, ഒന്ന് റമദാന് ശേഷം, മറ്റൊന്ന് ഹജ്ജിന് ശേഷം ആണ് വരുന്നത്. അതോടൊപ്പം ഈ 2 ആഘോഷങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ആഹാരം നൽകി ഫിത്ർ സക്കാത്തിലൂടെ റമദാന് ശേഷമുള്ള ഈദുൽ ഫിത്ർ ആഘോഷിക്കുമ്പോൾ, ഈദുൽ അദ്ഹയാകട്ടെ, ബലിപെരുന്നാളാകട്ടെ, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ബലിയറുത്ത് അതാളുകൾക്ക് എത്തിച്ച് അതും ദാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. റബ്ബിന് വേണ്ടി പട്ടിണി കിടക്കുക, റബ്ബിന് വേണ്ടി ഇബാദത്ത് നിർവഹിക്കുക, ശേഷം ആളുകൾക്ക് പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആഹാരം ഉറപ്പാക്കുക. അങ്ങനെ ഈ വിശേഷപ്പെട്ട ദിനത്തിൽ എല്ലാവരും സന്തോഷിക്കുന്ന അവസ്ഥയുണ്ടാക്കുക. സ്വയം സന്തോഷിക്കുന്നതോടൊപ്പം പാവപ്പെട്ട മനുഷ്യരും സന്തോഷിക്കുന്നു, അവരും ആഹരിക്കുന്നു, അവരും ആഘോഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഫിത്ർ സക്കാത്തിലൂടെ റമദാനിൽ സംഭവിച്ച ചെറിയ ചെറിയ കുറ്റങ്ങളും ന്യൂനതകളും ഒക്കെ അള്ളാഹു നമുക്കെല്ലാം പരിഹരിച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.